കാറിൽ പോവായിരുന്ന ദർസ് വിദ്യാർത്ഥികളടങ്ങുന്ന ഒരു സംഘം ഒരു നിർത്തിയിട്ട ലോറിയുടെ പിറകിലിടിച്ചാണ് ഇത്ര കാരണം. ആ കാറിലുണ്ടായിരുന്ന 2 മുത്തഅല്ലിമീങ്ങൾ 23ഉം 24ഉം വയസ്സേ ഉള്ളൂ. ആ മുത്തഅല്ലിമീങ്ങൾ അതിദാരുണമായിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത്. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. ഇന്നലെ നടന്നൊരു അത്ഭുതം, പലസ്തീനിലെ സാധാരണ മക്കളെ അതിക്രൂരമായിട്ട് കൊന്നുകളയുന്ന ഇസ്രായേൽ ഭരണാധികാരിയായ ആ ഒരു രക്തരക്ഷസിന് ലോകം കൊടുത്ത നാണം കെട്ട കൂകി വിളിക്കുന്ന ഒരു അനുഭവം കണ്ടപ്പോൾ Please order in the hall. Please order in the hall. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്ന് ആദ്യം തന്നെ 2 മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി, ദർസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി തലപ്പാറ ഭാഗത്ത് ഇന്നലെ ഒരു വൈകിട്ട് 8:30 മണിക്ക് നടന്നൊരു അപകടമാണ്. കാറിൽ പോവായിരുന്ന ദർസ് വിദ്യാർത്ഥികളടങ്ങുന്ന ഒരു സംഘം ഒരു നിർത്തിയിട്ട ലോറിയുടെ പിറകിലിടിച്ചാണ് ഇത്ര കാരണം. ആ കാറിലുണ്ടായിരുന്ന 2 മുത്തഅല്ലിമീങ്ങൾ 23ഉം 24ഉം വയസ്സേ ഉള്ളൂ. ആ മുത്തഅല്ലിമീങ്ങൾ അതിദാരുണമായിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത്. അള്ളാഹു മരണപ്പെട്ട 2 മുത്തഅല്ലിമീങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു ഇശയൊക്കെ കഴിഞ്ഞിട്ട് 8:30 മണിക്ക് ഇവർ കോഴിക്കോട് ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ ഈ മലപ്പുറം ജില്ലയിലൊക്കെ ഈ കോഴിക്കോടുക്കുള്ള ആ റോഡൊക്കെ നല്ല അടിപൊളി 6 വരിപ്പാതയാണ്, നല്ല സ്പീഡിൽ പോകാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പ്രത്യേക ക്യാമറയൊന്നും വെച്ചിട്ട് അങ്ങനെ സ്പീഡ് ലിമിറ്റേഷൻ ഒന്നും വെച്ചിട്ടില്ല ഇപ്പോൾ, കാരണം അതിനൊന്നും ആയിട്ടില്ല. പക്ഷെ റോഡ് കറക്റ്റാണ്. ആ ഒരു അപകടത്തിൽ ഉസ്മാൻ എന്ന പേരുള്ള വൈലത്തൂർ സ്വദേശിയായ ഉസ്മാൻ എന്ന 24 വയസ്സുള്ള ഒരു മുത്തഅല്ലിമും ഷാഹുൽ ഹമീദ് എന്ന 23 വയസ്സുള്ള മറ്റൊരു മുത്തഅല്ലിമുമാണ് മരണപ്പെട്ടത്. ഇവരൊക്കെ തിരൂര് തലക്കടത്തൂർ ജുമാഅത്ത് പള്ളിയിലെ ദർസ് വിദ്യാർത്ഥികളാണ്. വേറെ 3 വിദ്യാർത്ഥികൾക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരു വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ പ്രിയപ്പെട്ട 2 മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. പരിക്കേറ്റ് കിടക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ ഷിഫ നൽകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഇടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവരുടെ നിയന്ത്രണം തെറ്റിയിട്ടുണ്ടാവും, കാർ ഓടിക്കുന്നതിൻ്റെ നിയന്ത്രണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടികളുടെ കാരണമായിരിക്കും അപകടത്തിൽ പെട്ടത്. ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഈ സംഭവം ഇന്ന് അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മളെല്ലാവരും ആ പൊന്നു മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പണ്ടൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് സൈക്കിൾ ചവിട്ടിയാൽ വരെ അടിക്കുന്ന ഉസ്താദ്മാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് അവിടെയൊന്നും ഒരു മുത്തഅല്ലിമി സൈക്കിൾ ചവിട്ടാൻ പോലും സമ്മതിക്കില്ല. കാരണം ഒരു സൈക്കിൾ ചവിട്ടിയിട്ട് ഒരു മുത്തഅല്ലിമായ ഒരു കുട്ടിക്ക് ഒരു ചെറിയ പോറലേറ്റാൽ അത് ആ ഉസ്താദിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ ബാധിക്കുന്ന കരുതിയിരുന്ന ഉസ്താദുമാരാണ് പണ്ടുണ്ടായിരുന്നവർ. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ ചെറവല്ലൂർ ദർസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു മുത്തഅല്ലിമിന് മാത്രമാണ് സൈക്കിൾ ഓടിക്കാൻ അനുമതിയുള്ളത്. എനിക്ക് ആ ഒരു മുത്തഅല്ലിമിനോട് ഭയങ്കര അസൂയായിരുന്നു. കാരണം അവനക്ക് സൈക്കിൾ ഓട്ടാൻ പറ്റും. അപ്പോൾ അവൻ്റെ ഉപ്പ മരിച്ച് അവനക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ. അവൻ ആ മദ്രസയിൽ ദർസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മദ്രസയിലെ ഉസ്താദും കൂടിയാണ്. അപ്പോൾ അവനക്ക് വേഗത്തിൽ പോയി വരാനും മറ്റൊക്കെ സൗകര്യം, പല വീടുകളിലൊക്കെ ഖുർആനോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മൗലിദ് ഉണ്ടാവും. അവനക്ക് അങ്ങനെ കുറച്ച് വരുമാനങ്ങളൊക്കെ ഉസ്താദ് സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവനക്ക് വേണ്ടി മാത്രം ഉസ്താദ് ഒരു പ്രത്യേക പെർമിഷൻ കൊടുത്തിരുന്നു സൈക്കിൾ ചവിട്ടാൻ. ഉസ്താദുമാർ കാണിച്ചിരുന്ന ഒരു സുരക്ഷിതത്വം എന്താണെന്ന് വെച്ചാൽ, ഒരു സൈക്കിൾ ചവിട്ടിയിട്ട് പോലും ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യരുത്, പരിക്കേറ്റ് കഴിഞ്ഞാൽ ആ ഉസ്താദിനെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് വീട്ടുകാർ. ഇത് അതിൻ്റെ മോനെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ, അതായത് വേറെ രജിസ്റ്ററിൽ ഇങ്ങനെ അതിൻ്റെ മോനെ ഇവിടെ ചേർന്നു. അതൊന്നും ദർസിലില്ലല്ലോ. ഒരു ഉമ്മയും വാപ്പയും കൊണ്ടുവന്നിട്ടൊരു കുട്ടീനെ കൊണ്ട് ചേർക്കണു, ഓൻ പോകുന്നു, വേറെ രേഖയിലൊന്നും ആ കുട്ടി ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ദർസിൽ അങ്ങനെ രേഖയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി, ദർസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം, ഇന്നലെ നടന്നൊരു അത്ഭുതം, പലസ്തീനിലെ സാധാരണ മക്കളെ അതിക്രൂരമായിട്ട് കൊന്നുകളയുന്ന ഇസ്രായേൽ ഭരണാധികാരിയായ ആ ഒരു രക്തരക്ഷസിന് ലോകം കൊടുത്ത നാണം കെട്ട കൂകി വിളിക്കുന്ന ഒരു അനുഭവം കണ്ടപ്പോൾ ഇന്നലെ ഐക്യരാഷ്ട്രസഭയിലെ UN അസംബ്ലിയിൽ ഇയാൾ പ്രസംഗിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ 100-ലധികം രാജ്യങ്ങൾ കൂകി വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇതൊരു പഞ്ചായത്തിൻ്റെ ഭരണസമിതിയല്ല, ഇത് ഏതെങ്കിലും നാൽക്കവലയിലെ പ്രസംഗമല്ല. ഐക്യരാഷ്ട്രസഭയിൽ ഒരു ഭരണാധികാരി പ്രസംഗിക്കുമ്പോൾ 100-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ, ആ പ്രതിനിധികൾ കൂകി വിളിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സന്ദർഭം അള്ളാഹു കൊടുക്കുന്ന മുഖം കെടുത്തുക എന്ന് പറഞ്ഞിട്ടില്ലേ? പലസ്തീനിലെ കുഞ്ഞുങ്ങളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിന് ന്യായീകരിച്ചുകൊണ്ട് അയാൾ പ്രസംഗിക്കുന്നത്. ഇയാൾ പ്രസംഗിക്കാൻ വരുന്നത് തന്നെ യൂറോപ്പിന്റെ മണ്ണിലൂടെ ഫ്ലൈറ്റ് പറക്കില്ല. കാരണം
അന്താരാഷ്ട്ര കോടതി കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിച്ച ഈ ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി ഏതെങ്കിലും യൂറോപ്പിന്റെ മണ്ണിൽ അടിയന്തര ലാൻഡിങ്ങിൽ ഇറങ്ങേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇല്ല, ചില യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട സ്പെയിൻ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പേടിയാണ്. അമേരിക്കയുടെ അടക്കം നയതന്ത്ര പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് ജൂനിയറായ ആളുകൾ മാത്രം അവിടെ ഇരുന്നുള്ളൂ. ഇയാൾ ചെയ്തൊരു ക്രൂരത എന്താണെന്നറിയോ? ഇന്നലെ ഗാസയിലുള്ള മുഴുവൻ മൊബൈൽ ഫോണുകളും ഹാക്ക് ചെയ്തു. അവിടുത്തെ മുഴുവൻ ആളുകളുടെ ഫോണിലേക്കും ഇയാളുടെ പ്രസംഗം വരികയാണ്. ഇപ്പൊ ടെക്നോളജിയിൽ വളരെ മികച്ച രീതിയിൽ ഇസ്രായേലിന്റെ മൊസാദും ഇസ്രായേലിന്റെ ചാര സംഘടനയൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ ഈ മനുഷ്യന്റെ എല്ലാവരുടെ ഫോണിലേക്കും ഇയാളെ പ്രസംഗം ഇയാൾ നേരത്തെ പ്ലാനാണ്. എന്താണ് പ്രസംഗം? ഇസ്രായേൽ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഇതൊന്നും നോക്കാത്ത ഗാസയിലുള്ള ഹമാസ് നേതാക്കന്മാരുടെ മുഴുവൻ ജനങ്ങളെ മൊബൈൽ ഫോണിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസംഗം വരണം. ആ വരാനുള്ള സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ ചാര സംഘടന ഹാക്ക് ചെയ്തിട്ട് വെച്ചു. പക്ഷെ നടത്തുന്ന പ്രസംഗമോ ഐക്യരാഷ്ട്രസഭയിലെ 100-ലധികം രാജ്യങ്ങൾ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് കൂകി വിളിച്ചോടിക്കുക. ലോകത്തെ ഭരണാധികാരിയെ നാട്ടുകാർ നായയെ കല്ലെറിയുന്നത് പോലെ കല്ലെറിഞ്ഞോടിക്കുക. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് ഒരു തെരുവ് നായക്കള് കുരച്ചു ചാടി വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? ഓനെ വിളിച്ച് സ്വീകരിക്കും, കല്ലെറിഞ്ഞ് ഓടിക്കൂല. ഇയാൾ വെച്ച കാര്യം എന്താണ്? ഹാക്ക് ചെയ്തിട്ട് തന്റെ പ്രസംഗം എല്ലാവരും കേൾപ്പിക്കണം. പക്ഷേ ജനം കണ്ടത് എന്താണ്? മുഴുവൻ ഫോണിലും ഇയാളെ കൂകി വിളിച്ച് ഇറക്കി ഓടിക്കണ സംഭവം. ഇനി ഇതാ പുതിയൊരു സംവിധാനം വരുന്നുണ്ട്. ടോണി ബ്ലെയർ എന്ന് പറയുന്ന ഒരു അമേരിക്കയുടെ മുൻ നേതാവിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ പുതിയൊരു ഭരണസമിതി 5 വർഷത്തേക്ക്, അതായത് ഈജിപ്തിനാണ് നേതൃത്വം. ടോണി ബ്ലെയറിന്റെ അടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സേന ഇനി ഗാസ ഭരിക്കും. ആ ഗാസ ഭരിക്കുന്ന സമയത്ത് ആ ഗാസക്കാരായ ആളുകളെ ഭരണം ഏൽപ്പിക്കുന്നത് വരെയാണ് ഇവരുടെ ഭരണം. 5 വർഷത്തിന്റെ ഉള്ളിൽ സിവിലിയൻസായ ഒരു ഭരണകൂടത്തിനെ ഏൽപ്പിക്കും. അത് ഹമാസ് ആയിരിക്കില്ല. ഒന്നുകിൽ ഇന്നത്തെ വെസ്റ്റ് ബാങ്കിലൊക്കെ ഭരിക്കുന്ന ഒരു പലസ്തീൻ വിമോചന മുന്നണിയുടെ ആളുകളാവും, അല്ലെങ്കിൽ ഗാസക്കാർക്ക് ഇഷ്ടമുള്ള അവരുണ്ടാക്കുന്ന ഒരു പാർട്ടിയുടെ ആളുകൾ. എന്തായാലും അത് ഇസ്രായേലിന്റെ കയ്യിലായിരിക്കില്ല. ഇങ്ങനെ ഒരു പുതിയ സമാധാന കരാർ വരുന്നുണ്ട്. നേതൃത്വം ഇപ്പോൾ ഇനി ഈജിപ്ത് എന്ന അറബ് രാഷ്ട്രത്തിനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സുന്ദരമായ ഒരു കാഴ്ച ഞാൻ UN അസംബ്ലിയിൽ കണ്ടു. കൊളംബിയൻ പ്രസിഡന്റ്, കൊളംബിയയിലെ എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് അവിടെ. അവിടുത്തെ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിച്ചത് നവനാസികൾ എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് ബ്രസീൽ പ്രസിഡന്റ് വന്നിട്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു മനോഹരമായ രംഗം. അപ്പൊ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ 4 ആൾ കമന്റ് ഇട്ടാൽ എനിക്ക് സങ്കടമാണ്. 4 ആളുകൾ നീ അതാടാ ഇതാടാ ഇടക്കിടക്ക് പലപ്പോഴൊക്കെ വരുന്നതാണ്. നമ്മുടെ ഇതിലല്ല, വേറുള്ള ഒരു ചാനലിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അങ്ങനെ കമന്റ് വരും. കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടമല്ലേ? ഇതൊരു ഭരണാധികാരി പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കൂടി കൂകി വിളിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. ലോകത്ത് അതിനേക്കാൾ വലിയ അപമാനം വേറെ എന്താണുള്ളത്? പോയി ചത്തൂടെ എന്ന് ചോദിക്കും മലയാളത്തിൽ, അല്ലേ? ഇങ്ങനെയൊക്കെ കേൾക്കാൻ മാത്രം. ഇതിലും വലുത് വരാനുണ്ട്. ഇയാൾ ഹിറ്റ്ലറേക്കാൾ, എന്താ പറയാ, മറ്റേ മുസോളിനിയേക്കാൾ, അതിലപ്പുറമുള്ള ഏതൊക്കെ ക്രൂര ഭരണാധികാരി ഉണ്ടോ ആധുനിക ലോകത്ത് അതിനേക്കാൾ വലിയ ക്രൂരനാണ്. ഇയാൾ പറഞ്ഞു, ഞാൻ ഗാസിൽ വംശഹത്യ നടത്തിയിട്ടില്ല, ഞാൻ കുഞ്ഞുങ്ങളെ കൊന്നിട്ടില്ല, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. എന്ത് കൊടുക്കുന്നുണ്ട്? ഞങ്ങൾ കൊടുക്കണ ഭക്ഷണം ഹമാസ് തട്ടിക്കൊണ്ടുപോവാണ്. അവർ വേറെ വലിയ വിലക്ക് വിൽക്കുകയാണ്. അവിടുത്തെ ജനം ഒരു കാലയിലേക്ക് പണ്ടൊരു ഇസ്രായേലി പട്ടാളത്തിനെ ഒരു 3 വയസ്സുള്ള പലസ്തീൻ കുട്ടി കല്ലെടുത്ത് എറിഞ്ഞതിന് ഓങ്ങാണ്. 3 വയസ്സുള്ള കുട്ടി ഓനക്ക് പൊന്തുന്ന കല്ലെത്രവും, ഓൻ എറിഞ്ഞാൽ ഓൻ്റെ ഏറിനോണ്ട് വല്ല കാര്യമുണ്ടോ? ചോദിച്ചിട്ട് ഇസ്രായേലി പട്ടാളം കല്ലെറിയാൻ ഓങ്ങാണ്. ഉടൻ തന്നെ ഇസ്രായേൽ പട്ടാളം തോക്കട്ട് ചൂണ്ടി. ഈ കുട്ടി ഇങ്ങനെ, അപ്പോഴീ കുട്ടി കല്ല് പിടിച്ചിങ്ങനെ നിൽക്കാട്ടോ, എറിഞ്ഞിട്ടുമില്ല, എന്നാൽ കയ്യ് മാറ്റിയിട്ടുമില്ല. അപ്പോൾ ഇസ്രായേലി പട്ടാളം അടുത്ത് വന്നിട്ട് ഈ മോനെങ്ങനെ തലോടിയിട്ട് ചോദിച്ചു, മോനെ എനിക്ക് ആരാടാ എറിഞ്ഞ് പഠിപ്പിച്ചെന്നത്? ഈ എറിഞ്ഞ് പഠിപ്പിച്ചെന്നൊരു വലിയ ആളുണ്ടാവില്ല എൻ്റെ വാപ്പ, അവനെ പിടിക്കാനാണ്. പട്ടാളത്തിനെതിരെ കല്ലെറിയും. ഈ കുട്ടീനൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഇന്നൊരാൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്നാ വാ കാണിച്ചോണ്ടാന്ന് പറഞ്ഞ്. അങ്ങനെ ഈ കുട്ടീൻ്റെ പിന്നാലെ പോവാണ് ഈ ഇസ്രായേലി പട്ടാളം. പോകുമ്പോൾ 4 വയസ്സുള്ളവൻ്റെ കാക്കയാണ് എറിയാൻ പഠിപ്പിച്ചത്. ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഈ പ്രതിരോധം പഠിപ്പിച്ചത്? ജീവിതമാണ്. അതുകൊണ്ട് നിങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കിയാലും പലസ്തീൻ മക്കളുടെ പ്രതിരോധത്തിൻ്റെ ആ വാക്കും ശൗര്യവും ഉണ്ടല്ലോ, അത് അവസാനിക്കില്ല. ഫതുവ തൗഹാൻ എന്ന കവിപാടിയൊരു വാക്കുണ്ട്, റാമല്ലയിലെ ആപ്പിൾ തോട്ടത്തിലെ ആപ്പിളുകൾക്ക് ചുവപ്പ് നിറം വരാൻ കാരണം അതിൻ്റെ പ്രകൃതിയിലുള്ള കളറല്ല, അവിടെ പിടഞ്ഞു മരിച്ച പലസ്തീനികളുടെ രക്തം കൊണ്ട് ചുവന്ന മണ്ണിൽ വിളഞ്ഞ ആപ്പിളുകൾക്ക് ചുവപ്പല്ലാതെ മറ്റെന്ത് കളർ വരാനാണ്? ഇത് ഫതുവ തൗഹാൻ എന്ന കവയിത്രിയുടെ വാക്കാണ്. ഒരുപാട് പോരാളികൾക്ക് ജന്മം കൊടുക്കുമായിരുന്നു ഫതുവ തൗഹാന്റെ കവിതകളുടെ വരികൾക്ക്. അതുകൊണ്ടായിരിക്കാം അവർ മരണപ്പെട്ട സമയത്ത് ഇസ്രായേൽ സർക്കാർ അഭിനന്ദനങ്ങൾ കൊണ്ട് ആഘോഷിച്ചത്. മരണപ്പെട്ടല്ലോ സമാധാനം. അങ്ങനെ എത്രയെത്ര കവികൾക്ക് ജന്മം കൊടുത്തൊരു നാടാണ് പലസ്തീൻ. ആ പലസ്തീൻ വിജയിക്കാതെ ലോകം അവസാനിക്കില്ല. ഇൻഷാ അല്ലാഹ് ആ കാഴ്ച നമ്മൾ കാണും. അൽഹംദുലില്ലാഹ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ കാഴ്ച കാണാൻ ആയിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് മഹദി ഇമാമൊന്നും വരണതിന് മുൻപ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി യുദ്ധക്കുറ്റവാളിയാക്കിയിട്ട് പിടികൂടും, അയാളെ ശിക്ഷിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണും. മാഷാ അല്ലാഹു നമുക്കിത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായി ആൻസർ എഴുതി മസ്ജിദുൽ അഖ്സ അതായിരുന്നു ശരിയായ ഉത്തരം. ഞാൻ ഇന്ന് കാണിക്കുന്ന 2 മതപണ്ഡിതരുടെ ഫോട്ടോ. ഈ 2 മതപണ്ഡിതർ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ മഹാന്മാരായ 2 സമുന്നത നേതാക്കന്മാരാണ്. ഇപ്പോൾ സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിച്ചുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പരസ്പരം പോരടിച്ചും കൊണ്ടാട്ടോ സങ്കടം തോന്നും സമസ്തയുടെ കാര്യം ആലോചിക്കുമ്പോൾ. ഷജറകളാണ്, മറ്റതാണ്, മറിച്ചതാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കളും പുറത്താക്കലും. ഓർക്കപ്പെടേണ്ട 2 പേരുകളാണ് ഈ മഹാന്മാരുടെ പേരുകൾ. ഈ പേരുകൾ ആരുടേതാണ്? ഇതാണ് ചോദ്യം. ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.